Next we are going to discuss about the leaf. Next we are going to discuss about the leaf. You might have seen the leaves of many plants here. Did you see them? Did you see the different types of leaves? Yes. So what did you understood this? The different plants have different types of leaves, isn't it? Do all the plants have same size and same shape, same colors of leaves? Definitely not. Then how the leaves are attached to the stem, or what are the parts of a leaf? What are the parts of a leaf? Yes, the main parts of a leaf are midrib, veins, petiole, and lamina. Midrib, vein, petiole, and lamina. The part of a leaf by which it is attached to the stem is called petiole. The part of a leaf which is attached to the stem is called petiole. ഒരു ലീഫിൻ്റെ ഏത് ഭാഗം വെച്ചിട്ടാണോ അത് സ്റ്റെമ്മിനോട് കണക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെറ്റിയോൾ. അതായത് ഒരു ഇല പറിച്ചാൽ അതിൻ്റെ ഇല കഴിഞ്ഞിട്ടൊരു തണ്ട് കാണൂല്ലേ, അതാണ് എന്ത്? പെറ്റിയോൾ. പിന്നെ ആ ബ്രോഡ് ഗ്രീൻ പാർട്ട് ഓഫ് ദ ലീഫ് ഈസ് കോൾഡ്, വാട്ട് വി ആർ കോളിംഗ് ദാറ്റ് ബ്രോഡ് ഗ്രീൻ പാർട്ട് ഓഫ് ദ ലീഫ്? യെസ്, ഇറ്റ് ഈസ് ദി ലാമിന. ആ വലിയ ഗ്രീൻ പാർട്ട്, ലീഫിൻ്റെ ആ വലിയ ഗ്രീൻ പാർട്ടിനാണ് എന്ത് പറയുന്നത്? ലാമിന എന്ന് പറയുന്നത്. എനിവേ, ക്യാൻ യു ഐഡൻറ്റിഫൈ ദീസ് പാർട്സ് ഓഫ് ദ ലീഫ് ഇൻ പ്ലാന്റ്സ് അറൗണ്ട് യു? നിങ്ങൾക്ക് ചുറ്റുമുള്ള ലീഫിൽ ഇത്രയും പാർട്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ലേ? യെസ്, ഓഫ് കോഴ്സ് യു ക്യാൻ ഡു. സിമിലർലി, കുഡ് യു സീ ദർ ആർ മെനി ലൈൻസ് ഓൺ ദ ലീഫ്? ലീഫിൽ ഒരുപാട് ലൈൻസ് കാണാൻ കഴിയുന്നുണ്ടോ? യെസ്, വി ആർ കോളിംഗ് ദം ആസ് വെയിൻസ്. വാട്ട് വി ആർ കോളിംഗ്? വെയിൻസ്. ഈ വെയിൻസിൽ തന്നെ ഒരുപാട് വെയിൻസ് കാണാനുണ്ട്, ഒരുപാട് ലൈൻസ് നമുക്ക് ഈ ലീഫിൽ കാണുന്നുണ്ട്. ഈ ലൈഫിനെ നമ്മൾ എന്ത് പറയും? വെയിൻ എന്ന് പറയും. ഈ വെയിൻസിൽ തന്നെ അതിൽ ഒരു സെൻട്രൽ ലൈൻ ഉണ്ട് പ്രൊമിനൻ്റ് ആയിട്ട്. ദി ലൈൻസ് ഓൺ ദി ലീഫ് ആർ കോൾഡ് വെയിൻസ്. ആൻഡ് യു സീ എ പ്രൊമിനൻറ്റ് ലൈൻ ഇൻ ദ മിഡിൽ ഓഫ് ദ ലീഫ്. ഈ ലീഫിൻ്റെ മിഡിലിൽ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ലൈന് കണ്ടോ? യെസ്, വി ആർ കോളിംഗ് ദം ആസ് മിഡ്രിബ്. എന്താണ് അതിനെ പറയുക? മിഡ്രിബ് എന്നാണ് പറയുക. നിങ്ങൾ വേറൊരു കാര്യം കേട്ടിട്ടുണ്ടോ? ലീഫിൻ്റെ പ്രിൻ്റ് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യം. ഹൗ വിൽ യു ടേക്ക് ദി സൈൻ ഓഫ് എ ലീഫ്? ദ ലീഫ് ഓൾസോ ക്യാൻ സൈൻ. നമുക്ക് ലീഫിൻ്റെ സൈന് കളക്ട് ചെയ്ത് വെക്കാം. അതെങ്ങനെയാണെന്നറിയോ? യെസ്, എനിവേ യു ജസ്റ്റ് ലിസൺ ടു മീ. ഒരു ലീഫ് എടുത്തിട്ട് അതിൻ്റെ പുറം ഭാഗം വരച്ചിടുക. ഉൾഭാഗമല്ല, ആ പുറത്തെ ഭാഗത്താണല്ലോ വൈൻസൊക്കെ പുറത്ത് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. ആ ഭാഗം വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു A4 ഒരു പേപ്പറോ വെച്ചിട്ട് ചെറുതായിട്ട് പെൻസിൽ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ആ പേപ്പറിൻ്റെ മുകളിൽ. സോ ദാറ്റ് യു ക്യാൻ കളക്ട് ദി സൈൻസ് ഓഫ് ദ ലീഫ്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ലീവ്സിൻ്റെ സൈന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കഴിയും. So here now we have discussed the various parts of a leaf. Which are the various parts of the leaf? Petiole, lamina, midrib. Petiole is the petiole is the part of a leaf by which it is attached to the stem, while lamina is the part of a leaf which is green. Lamina is the broad green part of a leaf, and midrib is the prominent line in the middle of the leaf. Midrib is the prominent line in the middle of the leaf. Next we are going to discuss about leaf venation. Did you see the designs which are made by the leaf? ഒരു ലീഫിൽ ഉണ്ടാകുന്ന ഒരുപാട് വെയിൻസ് ഉണ്ടാക്കുന്ന ഒരു ഡിസൈൻ നിങ്ങൾ കണ്ടോ? ഇനി you should observe it. The designs made by the leaves, you should just observe this. So such design are called by the name leaf venation. The design made by veins in a leaf is called leaf venation. Here we have two types of leaf venation: reticulate venation and parallel venation. There are two types of leaf venation. They are reticulate venation and parallel venation. What is mean by reticulate venation? Yes, if the designs made by the veins in a leaf is net-like on both sides of a midrib is called reticulate venation. എന്താണ്?
മിഡ്രിബിൻ്റെ രണ്ട് സൈഡിലും ഉള്ള വെയിൻസ് ഒരു നെറ്റിലേക്ക് പോലെ ഒരുപാട് വെയിൻസ് അവിടെ കാണാം. ഒരുപാട് വെയിൻസ് ഒരു നെറ്റ് പോലെ ഒരു ഡിസൈനാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് പറയാം? റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് പറയാം. ഐ റിപ്പീറ്റ്, ഇഫ് ദ ഡിസൈൻ മെയ്ഡ് ബൈ ദി വെയിൻസ് ഇൻ എ ലീഫ് ഈസ് നെറ്റ് ലൈക്ക് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് എ മിഡ്രിബ്, ദ വെനേഷൻ ഈസ് കോൾഡ് റെറ്റിക്കുലേറ്റ് വെനേഷൻ. സിമിലർലി, if the design made by the vein in a leaf are parallel to others is called parallel venation. ഈ ഒരു ഫിഗറിൽ ലീഫിൻ്റെ വെനേഷൻ കണ്ടോ? നടുവിൽ ഒരു സെൻട്രൽ പ്രൊമിനൻറ്റ് ലൈൻ ഉണ്ട്. അതിന് ചുറ്റും ഒരുപാട് വെയിൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വെയിൻസിൽ നിന്ന് വീണ്ടും വീണ്ടും സ്മോൾ ലൈൻസ് വീണ്ടും അല്ലെങ്കിൽ സ്മോൾ വെയിൻസ് വീണ്ടും ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. എനിവേ ദേ ആർ ഫോമിങ് എ നെറ്റ് ലൈക്ക് ഹിയർ. ദെൻ വാട്ട് അബൌട്ട് ഹിയർ? ഒരു ഗ്രാസിൻ്റെ ഒരു ഗ്രാസിൻ്റെ വെനേഷനിൽ അങ്ങനെ ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ടാവുമോ? ഇല്ല. അതെപ്പോഴും ഇന്ന് തന്നെ നിങ്ങൾ പോയിട്ട് ഒരു ഗ്രാസ് അല്ലെങ്കിൽ ഒരു തെങ്ങിൻ്റെ ഓലയോ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ വെനേഷൻ എങ്ങനെയാണെന്ന് നോക്കുക. അതുപോലെ ഒരു മാവിൻ്റെയോ പ്ലാവിൻ്റെയോ ഇല കളക്ട് ചെയ്യുക. അത് തമ്മിലും കണക്ട് ചെയ്യുക. സോ ദ ഡിസൈൻസ് മെയ്ഡ് ബൈ ദി വെയിൻ ഇൻ എ ലീഫ് ആർ പാരലൽ ടു അതേഴ്സ്, ദ വെനേഷൻ ഈസ് കോൾഡ് പാരലൽ വെനേഷൻ. ഇവിടെ ഒരു ഗ്രാസിൻ്റെ വെനേഷൻ തന്നിട്ടുണ്ട്, കണ്ടോ? അതങ്ങനെ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സച്ച് വെനേഷൻ ആർ കോൾഡ് ബൈ ദ നെയിം പാരലൽ വെനേഷൻ. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഫങ്ഷൻസ് ഓഫ് എ ലീഫ്. വാട്ട് ആർ ദി functions of a leaf that we are going to discuss? So we have the activity. We are going to start with the activity first. This is the second activity that we have to do now. Well, if you take any plant, you have to go for your garden and you have to select any plant, and you should take any one branch of the plant. Any one branch of the plant you can take, and what you should do, cover that plant with a polythene cover. എല്ലാവരും സ്വന്തം ഗാർഡനിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ചെടി എടുത്തിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഒരു പോളിത്തീൻ കവർ വെച്ചിട്ട് മൂടി വെക്കുക. എന്നിട്ട് ഒരു 4 to 5 hours സൺലൈറ്റിൻ്റെ പ്രസൻസിൽ വെക്കുക. ഇത് ഞാൻ അതുപോലെ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ വെച്ചതാണ്. ഇങ്ങനെ ഒരുപാട് നേരം സൺലൈറ്റിൻ്റെ പ്രസൻസിൽ വെച്ചിട്ടുണ്ട്. ദെൻ വാട്ട് യു ആർ ഒബ്സർവിങ് ഇൻസൈഡ് ദിസ് പോളിത്തീൻ കവർ? ഡിഡ് യു സീ ദി വാട്ടർ വേപ്പേഴ്സ്? ഹിയർ സം വാട്ടർ വേപ്പേഴ്സ് ആർ ദർ. ഡിഡ് യു സീ ദം? Did you see them? Without any water, when I was placing this, there was no water inside this cover. Then also the water vapors came on it. Why this is happening? Yes, you all know that the plant is evaporating some water due to the process of transpiration. So the water vapors appeared on this cover is due to the transpiration which has been done by the plant through its leaves. ഈ പ്ലാന്റിൻ്റെ ലീവ്സ് നടത്തിയ ട്രാൻസ്പിറേഷൻ കാരണമാണ് നമുക്ക് ഈ ഒരു കവറിൽ വാട്ടർ വേപ്പേഴ്സ് കാണാനായത്. So you have to learn the process transpiration also. So what is the function of a leaf? What is the second function of the leaf? Yes, it conduct the process of transpiration. We all know that ഒരു ചെടി താഴ്ത്തുനിന്ന് എത്രത്തോളം അതിന് വെള്ളം കിട്ടുന്നോ അത്രത്തോളം അത് അബ്സോർബ് ചെയ്യുന്നുണ്ടല്ലേ. ഈ വെള്ളം മുഴുവൻ ഇതിലിങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചാൽ will it be healthy plant? No. So it has to evaporate the water also. So who is doing that? Yes, the leaves are doing that, and we are calling that process as transpiration. Function of the leaf. Yes, the leaves get rid of their excess water from the plant through transpiration. The leaves get rid of their excess water from the plant through transpiration. The transpiration, what is mean by transpiration? Yes, it is the evaporation of water from the leaves of a plant. It is the evaporation of water from the leaves of the plant. നമ്മൾ നേരത്തെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എന്ത് പഠിച്ചു? ആ പോളിത്തീൻ കവറിൽ ഒരുപാട് വാട്ടർ അപ്പിയർഡ്, അതിൽ ഒരുപാട് വെള്ളം നമ്മൾ വെക്കുമ്പോൾ അതിന് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 2-3 മണിക്കൂർ സൺലൈറ്റിൽ വെച്ചപ്പോൾ ഒരുപാട് വെള്ളം അതിൽ വന്നു. അതെങ്ങനെയാണ് ഈ വെള്ളം വന്നത്? നമുക്കറിയാം, പ്ലാന്റ്സ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോയിൽ നിന്ന് ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ വെള്ളം മുഴുവൻ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അതിൻ്റെ ബോഡിയിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലാന്റ് എളുപ്പം ഡാമേജ് ആവും. അപ്പോൾ നാച്ചുറൽ തന്നെ പ്ലാന്റിന് ഒരു കഴിവ് കൊടുത്തതാണ് എന്ത്? ട്രാൻസ്പിറേഷൻ. എന്താണ് ഈ ട്രാൻസ്പിറേഷനിൽ ചെയ്യുന്നത്? യെസ്, ഈ ട്രാൻസ്പിറേഷനിൽ ഈ പ്ലാന്റ് അബ്സോർബ് ചെയ്ത വെള്ളം
ഇവാപ്പറേറ്റ് ആയി പോകുന്നതാണ് നമ്മൾ കണ്ടത്. ആ വെള്ളമാണ് നമുക്ക് ആ പോളിത്തീൻ കവറിൽ കണ്ടത്. സോ ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ലീഫ് ഈസ് the process transpiration. Then second function, who makes the food? In the first chapter we have discussed that we are depending the plants and animals for foods. We are depending the plants and animals for foods. We have discussed in the first chapter itself. So what? From where does the plants? We are eating animals, say like cow, like goat, cock. Similarly, the animals we are eating. So from where does they are getting the plants? They are getting food from. We are eating animals such as cock, hen, duck, etc. and etc. Similarly, the plants, these animals are also eating some foods, isn't it? They are depending other plants. They are depending the other plants, isn't it? Then what is the main function of the plants? Yes, the plants makes the food for the plant, called by the name photosynthesis. The leaves make food for the plant by the process of photosynthesis. Which part of the plant is making the food? Yes, the leaf is making the food. ഏത് പാർട്ടാണ്? എല്ലാവരും നമ്മൾ എത്ര ആനിമൽസിനെ കഴിച്ചാലും ആ ആനിമൽസ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? പ്ലാന്റ്സിനെയാണ്. അപ്പോൾ ഈ പ്ലാന്റ്സിൽ ആരാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത്? യെസ്, ദി ലീവ്സ് ആർ പ്രിപ്പയറിങ് ദി ഫുഡ്. ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫോട്ടോസിന്തസിസ്. വാട്ട് ഈസ് മീൻ ബൈ ഫോട്ടോസിന്തസിസ്? ദി ലീവ്സ് പ്രിപ്പയർ ദെയർ ഫുഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ഗ്രീൻ കളർഡ് സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ ദം. For this, they also use water and carbon dioxide. Oxygen is given out during this process. Food prepared by the leaves ultimately gets stored in different parts of the plant. എന്താണ്? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ വാട്ടറും മിനറൽസും കാർബൺ ഡൈ ഓക്സൈഡും അബ്സോർബ് ചെയ്തിട്ട് ലീവ്സിൽ വെച്ച് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോസിന്തസിസിൻ്റെ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി ലീഫ് ഉണ്ടാക്കിയ ഫുഡ് മുഴുവൻ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചു ടൊപ്പിയോക്കയിൽ ലീഫ് ഫുഡ് റൂട്ടിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ ചില പ്ലാന്റ്സിൻ്റെ ചില ഭാഗങ്ങളിലാണ് ഈ ഫുഡ് മുഴുവൻ ലീഫ് ഉണ്ടാക്കിയ ഫുഡ് മുഴുവൻ സ്റ്റോർ ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണത്? ചില പ്ലാന്റ്സിൽ അത് എവിടെയാകാം? യെസ്, ചില പ്ലാന്റ്സിൽ അത് ഫ്രൂട്ട്സിലാകാം, ചിലതോ റൂട്ട്സിലാവാം, ചിലത് സ്റ്റെമ്മിലാവാം. എനിവേ ദേ ആർ അഡോപ്റ്റിംഗ് ഡിഫറെൻറ്റ് parts of the plant. The next one, the leaves carry out the process of respiration in the plants. We all know that the human beings respire. നമ്മൾ റെസ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ? അതേപോലെ ആരും റെസ്പിറേഷൻ നടത്തുന്നുണ്ട്, പ്ലാന്റ്സും നടത്തുന്നുണ്ട്. സോ ഹു ഈസ് ഹെൽപ്പിംഗ് ദം? The leaf is helping them to carry out the process of respiration. So these are the major three functions of a leaf. Which are the main three functions of a leaf? Yes, the leaves get rid of excess water from the plant through transpiration. The leaf make food for the plant by photosynthesis. The leaves carry out the process of respiration in the plants. Transpiration വഴി പ്ലാന്റ്സിൻ്റെ ബോഡിയിലുള്ള എക്സസ് വാട്ടറിനെ ലീഫ് റിമൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫുഡ്, ഒരു ഹോൾ പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ആരുണ്ടാക്കുന്നുണ്ട്? ലീഫ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെയോ പ്ലാന്റ്സിലുള്ള റെസ്പിറേഷൻ നടത്തുന്നതും ആരാണ്? ലീഫാണ്. Then what we have discussed today? Now let us conclude this class. So these are all topics that we have to discuss today. Now let us wind up the session. What we have discussed today? Yes, today we have discussed the functions of stem and the functions of leaf. Which are the functions of stem? Yes, the stem holds the plant upright. Stem bears leaves, branches, buds, flowers and fruits. The stem of a plant carry water and minerals from the roots to the leaves ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി. ഫസ്റ്റ് ഫങ്ഷൻ എന്താണ്? ഒരു പ്ലാന്റിനെ റൈറ്റായിട്ട് പ്രോപ്പറായിട്ട് നിൽക്കാൻ സഹായിക്കുന്നത് ആരാണ്? സ്റ്റെമ്മാണ്. അതേപോലെ സ്റ്റെമ്മിലാണ് എന്തൊക്കെ കാണപ്പെടുന്നത്? ലീവ്സും ബ്രാഞ്ചസും ബഡ്സും ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ആരാണ്? സ്റ്റെമ്മാണ്. പിന്നെയോ റൂട്ട് അബ്സോർബ് ചെയ്തിട്ടുള്ള വാട്ടറും മിനറൽസും ഒക്കെ വേരിയസ് പാർട്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? സ്റ്റെമ്മാണ്. പിന്നെ
Now what is the next function? Yes, the stem carries the prepared food from leaves to the other parts of the body, other parts of the plant. Leaves ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് പ്ലാന്റിൻ്റെ അതർ പാർട്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതും ആരാണ്? ഈ സ്റ്റെം തന്നെയാണ്. അതുപോലെ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ സ്യൂട്ടബിളായിട്ട് ലീഫിനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതും ആരാണ്? സ്റ്റെമ്മാണ്. ദ സ്റ്റെം ഹോൾഡ് ദി ലീവ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ലീവ്സ് ആർ ഏബിൾ ടു ഗെറ്റ് ദി പ്ലെൻറ്റി ഓഫ് സൺലൈറ്റ് ഫോർ പ്രിപ്പയറിംഗ് food. Then what is next? Yes, next we have discussed the leaf. There are different types of leaf and we have two types of leaf venation. Which are the parts of a leaf? Petiole, lamina or leaf blade. So these are then midrib or veins are the different parts of the leaf. According to the design made by the veins, we are classified the leaves into two types, which are the plants with parallel venation and the plants with reticulate venation. Then we have discussed the functions of leaf. Which are the functions of leaf? Yes, the leaves get rid of excess water from the plant through transpiration. Then the leaves make food for the plant by the photosynthesis. Then the third last point, the leaves carry the process of transpiration in plants. So these are all about the topics that we have discussed today. Anyway, you have three homeworks. First one, observe the venation in the leaves of many plants and classify them as plants with parallel venation and plants with reticulate venation. നമുക്ക് സറൗണ്ടിങ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ഒരുപാട് പ്ലാന്റ്സിനെ അതൊന്നും പൊട്ടിക്കൊന്നും ചെയ്യാതെ തന്നെ അവ ഒബ്സർവ് ചെയ്തിട്ട് അതിനെ പ്ലാന്റ്സ് വിത്ത് പാരലൽ വെനേഷൻ ആക്കാം, പ്ലാന്റ്സ് വിത്ത് റെറ്റിക്കുലേറ്റ് വെനേഷൻ ആക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ഹാവ് ടേക്കൺ ദി പപ്പായ പ്ലാന്റ് ആൻഡ് ബനാന പ്ലാന്റ്, I have taken papaya plant and banana plant. The papaya plant is with reticulate venation and another one is with parallel venation. So you have to draw two columns and you have to add the list. Then the second question, collect any 5 leaves and try to make their impression on your activity book. ആക്ടിവിറ്റി ബുക്കിൽ ഏതെങ്കിലും 5 ലീവ്സിനെ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇംപ്രഷൻ റെഡിയാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സയൻസ് കളക്ട് ചെയ്യുക. നമ്മൾ പഠിച്ചില്ല എങ്ങനെ സയൻസ് കളക്ട് ചെയ്യുക? ലീഫിൻ്റെ വെയിൻസ് കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്ത് ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പേപ്പറിൻ്റെ മുകളിൽ സാധാ പെൻസിൽ വെച്ചിട്ട് സൈഡ് വൈസ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ ആ ലീഫിൻ്റെ സയൻസ് നമുക്ക് കിട്ടും. സയൻസ് മീൻ ഒപ്പ് അല്ലെങ്കിൽ ഇംപ്രഷൻ നമുക്ക് കളക്ട് ചെയ്യാം. ദെൻ റീഡ് ദി ചാപ്റ്റർ 7 page number 52 to 57. That also you have to read 2 to 3 times and you have to clarify your doubts based on that. Anyway, these all things we have discussed today about the functions of a stem and functions of leaf. Hope you understood this topic. Thank you. Have a great day.